സന്നിധി
എത്രയോ പേർ ഇന്നും ആശുപത്രികളിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെല്ലാം കരുതി, അവൻ പരിപാലിച്ചു, നമുക്ക് വേണ്ട ആരോഗ്യവും സൗഖ്യവും ഒക്കെ നൽകി. നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഏകദേശം 230-240 പേർ നമ്മുടെ സംസ്ഥാനത്തിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ മരണത്തിൽ നിന്നുമുള്ള നീക്കുപോക്കുകൾ അവൻ നമുക്ക് നൽകി. ആശുപത്രികളിലൊന്നും സ്ഥലമില്ല. വളരെ ഭീകരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ പകർച്ചവ്യാധികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇത്രയും പേർക്ക് അവരുടെ സാന്നിധ്യം കൂടുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ. നമുക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തിന് നമ്മൾ എന്ത് അനുഭവിച്ചു ഈ ദിവസങ്ങളിൽ, അവന്റെ എന്തെല്ലാം കരുതൽ നമ്മൾ അനുഭവിച്ചു, അതെല്ലാം ഓർത്തുകൊണ്ട് എല്ലാ ദൈവമക്കളും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്നും അവന്റെ കരുതൽ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്തു നമുക്ക് അപകടവും അനർത്ഥങ്ങളും ഒന്നും ഭവിക്കാതെ അവൻ നമ്മളെ കരുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വാഗ്ദത്തത്തോടുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൂതരോടൊപ്പം, സ്വർഗ്ഗത്തിലെ ദൂതരോടൊപ്പം ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാണ്. അവിടുന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട്. അവൻ നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നിരന്തരം അവന് യാചിക്കുന്നു. അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ കരുതുവാൻ, നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ, നമുക്ക് വേണ്ടത് ലഭിക്കുവാൻ, നമ്മളെ നിശ്ചയത്തോളം നടത്തുവാൻ ഒക്കെ അവൻ ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഒന്നിനും നമുക്ക് യോഗ്യതയില്ല. അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ ഒന്ന് മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ നീ പരിപാലിച്ചല്ലോ. അവർക്ക് കൊടുത്ത വിടുതലുകൾക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നു അപ്പാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എത്രയും പേർക്കായിട്ട് ഇവിടെ ഒത്തുകൂടുവാൻ നീ കൃപ ചെയ്തല്ലോ കർത്താവേ. ഞങ്ങൾ അതിനായിട്ട് നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഓ വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് ഈ സമയം നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചന്ദ്രണ്ണൻ 3 നില വർഷമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. തന്റെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ കുടുംബം വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ നിത്യതയിൽ ഉണ്ടാവണം. തന്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള അനുസരണം തന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അദ്ദേഹം സ്നാനപ്പെടണം. അവരെയൊക്കെ ഒത്തിരി കാലം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും ഇന്ന് രാവിലെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി. നേരത്തെ നമുക്കറിയാം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഇനി വളരെ അധികം തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ ഒരു സൗഖ്യവും വിടുതലും കൊടുത്ത് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് അഥവാ മാറ്റപ്പെടണമെങ്കിൽ അങ്ങനെ പോകുവാനൊക്കെ ഇടയാകേണ്ടതിനായിട്ട് ആ കുടുംബത്തിലെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് പ്രിയമാന്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയം അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയമാനെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ സൗഖ്യത്തിന്, തന്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകൻ ഈ ദിവസങ്ങളിൽ അങ്ങയെ കൂടുതൽ അറിയുവാൻ, രുചിച്ചറിയുവാൻ ഇടയാക്കി കർത്താവേ. പക്ഷേ നീ തന്റെ ശരീരത്തിലുള്ള സൗഖ്യം പൂർണ്ണമായിട്ട് കൊടുക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നിന്റെ അത്ഭുതം കാണുവാൻ ഈ
ദിവസങ്ങളിൽ ആ കുടുംബത്തിന് ഇടയാക്കണമേ കർത്താവേ. അങ്ങയുടെ കരം വെച്ച ആ മകനെ സൗഖ്യമാക്കണമേ ലോഡ്. അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്റെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ വ്യാപരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന സൗഖ്യം ആ ശരീരത്തിൽ വ്യാപരിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഷീബാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും ആ മകൾ രോഗബാധിതയായിരിക്കുന്നു. പനിയും മറ്റു പ്രയാസങ്ങളും ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാം ആ സഹോദരി ക്യാൻസർ ബാധിതയാണ്. നിരന്തരമായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ തന്റെ ശരീരത്തിൽ നേരിടുന്നു. ആ പ്രിയ ആന്റിയുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പച്ചാ, ഞങ്ങൾ ആന്റിയെ തിരുക്കരങ്ങൾ തരുന്നു. അവിടുന്ന് പ്രവർത്തിക്കണമേ ലോർഡ്. അങ്ങ് പലപ്പോഴും ആ കൊടുത്ത സൗഖ്യം കർത്താവേ, അതിനെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം പൂർണ്ണമായി അത് പ്രവർത്തിക്കണമേ. തന്റെ ശരീരത്തിന് വേണ്ട ആരോഗ്യം കൊടുക്കണമേ കർത്താവേ. ആ പനിയുടെ മറ്റു പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ, നിന്റെ കരം വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച് മഹത്വമെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഞങ്ങളുടെ മറ്റു ചില പ്രിയപ്പെട്ടവരും രോഗികളായിരിക്കുന്നു. അവരുടെ എല്ലാം സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരം വയ്ക്കണമേ കർത്താവേ. കർത്താവേ, അതുപോലെ ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ഇത്തരം പകർച്ചവ്യാധികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങളുടെ സംസ്ഥാനത്തെ വിടുവിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ പ്രവർത്തിക്കണമേ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളായി കഴിയുന്നവരെ എല്ലാം അങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സംസ്ഥാനത്തെ മൊത്തമായി വിടുവിക്കണമേ. അത് മാത്രമല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടുന്ന മഴയെ കർത്താവേ, ഈ കാലത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന മഴ അവിടുന്ന് അനുഗ്രഹിച്ച് തരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ലോർഡ്, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെ സമൃദ്ധിയിലേക്ക് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയമകനും കൊടുത്തിരിക്കുന്ന വിടുതലുകൾക്കായിട്ട് ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ തനിക്ക് പൂർണ്ണമായ ആരോഗ്യം ലഭിക്കുവാനും നിന്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാനും ഒക്കെ ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ആന്റിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പൂർണ്ണമായ സൗഖ്യം കർത്താവേ കൊടുത്ത് ആ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുവാൻ അവർ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടുത്തെ വലിയ പരിപാലനവും അവിടുത്തെ കൃപകളും കൊണ്ട് അവരെ നിറയപ്പെട്ടിരിക്കാൻ സഹായിക്കണമേ ലോർഡ്. ഹല്ലേലൂയ കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ എന്താണ് കർത്താവേ നിന്നിൽ നിന്ന് അറിയേണ്ടത് കർത്താവേ, അതെല്ലാം ഞങ്ങള് കേൾക്കുവാനും ഒക്കെ ഇടയാവേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പരസ്പരം ധൈര്യം പ്രാപിക്കാനും ഉത്സാഹം പ്രാപിക്കാനും എല്ലാം ഇടയാകണമേ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ